ഞങ്ങളെ ഒന്ന് പാലക്കാട് കാണിക്കാമോ, ബസ്സിൽ കയറ്റാമോ? ഇതായിരുന്നു അട്ടപ്പാടിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ കാടിനുള്ളിൽ പാർക്കുന്ന ഈ കുട്ടികളുടെ ആഗ്രഹവും ചോദ്യവും. അതിനുത്തരം പറഞ്ഞത് സാക്ഷാൽ മമ്മൂട്ടിയാണ്. അങ്ങനെ ആ കുട്ടികൾ പാലക്കാടല്ല, കൊച്ചി എന്ന മഹാനഗരത്തിലെത്തി. നടൻ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷൈൻ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും ആലുവ രാജഗിരി ആശുപത്രിയും ചേർന്ന് വിനോദയാത്ര സംഘടിപ്പിച്ചത്. ആനമായി ഗവൺമെന്റ് LP സ്കൂളിൽ നിന്നുള്ള 19 വിദ്യാർത്ഥികളും 11 അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് മമ്മൂട്ടിയുടെ അതിഥികളായി നഗരത്തിലെത്തിയത്. ഏവരും ഒരുമിച്ച് മെട്രോയിൽ കയറി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തി വിമാനം പറക്കുന്നത് കണ്ടു. അതിനെ തൊട്ടു. രാജഗിരി ആശുപത്രിയും സംഘം സന്ദർശിച്ചു. കൗതുകമുണർത്തിയ സുന്ദരക്കാഴ്ചകളും വിജ്ഞാനപ്രദമായ അവസരങ്ങളും അവർ ആവോളം ആസ്വദിച്ചു. ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂക്കാലം തന്നെ ലഭിച്ചതിന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിലായിരുന്നു വിദ്യാർത്ഥികൾ. അതിനവർ നന്ദി രേഖപ്പെടുത്തി വിളിച്ചത് മമ്മൂട്ടി എന്ന ഒറ്റ പേര്. മമ്മൂട്ടിയുടെ പിറന്നാളിനോടനുബന്ധിച്ചുള്ള കേക്ക് മുറിച്ച് കുട്ടികൾ ജന്മദിനാഘോഷവും നടത്തി. അവിസ്മരണീയ യാത്രയ്ക്കൊടുവിൽ മമ്മൂട്ടിയുടെ സ്നേഹം അവരുടെ നാവിൽ മധുരമായി നിറഞ്ഞു. തന്റെ പ്രതിനിധിയായി യാത്രയിൽ പങ്കുകൊള്ളാൻ സന്തത സഹചാരിയായ S. ജോർജിനെ മമ്മൂട്ടി ചെന്നൈയിൽ നിന്നും അയച്ചിരുന്നു. അടുത്ത തവണ വിമാനയാത്ര ഒരുക്കാമെന്നാണ് മമ്മൂട്ടി കുട്ടികൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.